സുജിത്ത്, ഇനി അറിയേണ്ടത് ഈ ദുരന്ത ഭൂമിയിലുള്ള രക്ഷാപ്രവർത്തനവും അവിടെയുള്ള തിരച്ചിലും കാര്യങ്ങളും ഒക്കെ പുരോഗമിക്കുന്നു. അതിൻ്റെ ഗ്രൗണ്ട് റിപ്പോർട്ടും നമ്മൾ കണ്ടു. അവിടേക്ക് കൂടുതൽ ഏജൻസികളൊക്കെ എത്തുന്നുണ്ട്. അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നു. പക്ഷെ അപ്പോഴും അറിയേണ്ടത് ഇതിന് എന്താണ് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ബ്യൂറോയുടെ അന്വേഷണമൊക്കെ ഇന്നലെ തന്നെ ആരംഭിച്ചതാണ്. ഇപ്പോൾ അവരുടെ സൈറ്റ് അടക്കം അടച്ചുകൊണ്ടുള്ള, കാരണം ഒരു വിവരം പോലും ചോർന്നു പോകരുത് എന്നുള്ളൊരു രീതിയിൽ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ബ്യൂറോയുടെ സൈറ്റൊക്കെ ഇപ്പം അടച്ചിരിക്കുകയാണ്. ഒന്നും അറിയാൻ കഴിയുന്നില്ല അതിനകത്ത് നിന്ന്. അപ്പോൾ അതിനർത്ഥം ഈ വലിയ രീതിയിലുള്ള അന്വേഷണം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. തെളിവ് ശേഖരണം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെയും UK ഒക്കെ ഏജൻസികൾ കൂടി നമുക്ക് സഹായഹസ്തം അറിയിച്ചിട്ടുണ്ട്. അവരും കൂടി ഈ അന്വേഷണത്തിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അമേരിക്ക ബോയിങ് കമ്പനിയിൽ നിന്നും വിശദീകരണമൊക്കെ തേടിയിട്ടുണ്ടോ എന്നറിയുന്നു. അപ്പോൾ നമുക്കൊരു കൃത്യമായൊരു വിവരം, ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടാൻ എത്ര ദിവസമെങ്കിലും എടുക്കും സുജിത്ത്? കാരണം ബ്ലാക്ക് ബോക്സ് ഒക്കെ ഇനി അവലോകനം ചെയ്ത് ആ വിവരങ്ങൾ വരണം, ക്രോഡീകരിക്കപ്പെട്ട് വരണം. ഈ അവസാനം ലഭിക്കുന്ന ഇപ്പം അന്വേഷണ നമ്മൾ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ദേശീയ അന്വേഷണ ഏജൻസികളല്ല, ദേശീയ വാർത്താ ഏജൻസികളും അതുപോലെ തന്നെ ചില ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു വിവരം അനുസരിച്ച് നോ ത്രെറ്റ് ലൂസിങ് പവർ എന്നാണ് പൈലറ്റിൻ്റെ അവസാന സന്ദേശം എന്നാണ്. അപ്പം അതായത് അവിടെ ഈ പൈലറ്റിന് ആ വിമാനത്തെ ഉയർത്താൻ കഴിയുന്നില്ല. അപ്പോൾ എന്തോ ഒരു ഭീകരമായൊരു യന്ത്ര തകരാർ അവിടെ വന്നിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? ഒരു ഫ്ലൈ കഴിഞ്ഞ് വന്നതാണ്, ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്നതാണ്. അപ്പോൾ ഒരു ഫ്ലൈ കഴിഞ്ഞ് വരുന്ന ഒരു വിമാനത്തിന് പിന്നെ ഒരു ലോങ് ജേർണി പോവേണ്ടതാണ്. അപ്പോൾ ആ ഒരു യന്ത്ര തകരാർ ഇവർക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞില്ലേ? പെട്ടെന്ന് അങ്ങനെ ഒരു യന്ത്ര തകരാർ വരുമോ? കാരണം ഇത്രയും സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു വിമാനത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു യന്ത്ര തകരാർ വരിക? ഇപ്പം രക്ഷപ്പെട്ട ഒരാൾ രമേശ്, അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ അപകടത്തിന് തൊട്ട് മുൻപ് എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു എന്നാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും പക്ഷി ഇടിച്ചതാണോ? ഒന്നും മനസ്സിലാവുന്നില്ല, വ്യക്തതയില്ല, ഫുൾ ഷാറ്റേർഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് നമുക്ക് ഒരൊറ്റ റിപ്പോർട്ടേക്ക് വരാൻ, ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ബ്യൂറോയുടെയൊക്കെ ഒരു ഏറെക്കുറെ ഒരു റിപ്പോർട്ടൊക്കെ കിട്ടാൻ നമ്മൾ എത്ര ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും സുജിത്ത്? രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന, രാജ്യത്തെ പൗരന്മാരുടെ ജീവനെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ പഴുതടച്ച അന്വേഷണമായിരിക്കും നടക്കുക. വിവിധ ഏജൻസികൾ ഇതിൽ സഹകരിക്കും. എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയെ കൂടാതെ സേതു പറഞ്ഞതുപോലെ എയർക്രാഫ്റ്റ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് NTSB, അത് ബ്രിട്ടൻ്റെ ഏജൻസിയാണ്. എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് അമേരിക്കൻ ഏജൻസി. അങ്ങനെ 2 അമേരിക്കൻ ഏജൻസികളും ഒരു ബ്രിട്ടീഷ് ഏജൻസിയും ഒക്കെ ചേർന്നിട്ടുള്ള നമ്മുടെ DGCയുടെ അന്വേഷണം ഉണ്ടാകും. NIA ഇതിൽ അന്വേഷിക്കും. വിവിധ ഫോറൻസിക് സംഘങ്ങൾ ഇതിൽ അന്വേഷിക്കും. ഇപ്പോൾ തന്നെ ആ ഭാഗത്തേക്കുള്ള എല്ലാ വഴികളും അടച്ചിരിക്കുന്നു എന്ന് അവിടെ നിന്ന് ശരത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ആ ഭാഗത്തെ ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും അവസാനം എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിലുണ്ടാകും. അത് പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ ക്രോഡീകരിച്ച് വിവരം കിട്ടാൻ വേണ്ടി ഇപ്പോൾ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കീഴിലുള്ള ഫോറൻസിക് ലാബിലെ വിശദമായ പരിശോധന വേണ്ടിവരും. പ്രാഥമികമായ വിവരങ്ങളൊക്കെ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ലഭ്യമാകുമെങ്കിലും ഇത് ക്രോഡീകരിച്ച് ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാകാൻ വളരെ താമസിക്കും. ഏറ്റവും അവസാനം കോക്പിറ്റിൽ നടന്ന സംഭാഷണം എന്താണ്? സേതു പറഞ്ഞതുപോലെ തന്നെ മെയ്ഡേ 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 എന്ന് 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. അതിനുശേഷം ട്രസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻജിൻ ഫെയിലിയർ ആണെന്ന് തോന്നുന്നു എന്ന് പൈലറ്റ് പറഞ്ഞതാണ് ഇതിൻ്റെ അവസാനത്തെ ഒരു സംഭാഷണം എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് കിട്ടുന്നത്. അതിനുശേഷം തിരിച്ച് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ATC. പക്ഷേ അതിനൊന്നും മറുപടി പറയാൻ പോലും ഉള്ള സമയം കിട്ടുന്നില്ല. പിന്നെ ഒരു 10-20 സെക്കൻഡിനുള്ളിൽ ഈ വൻ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 600 അടിയോളം ഉയരത്തിൽ വിമാനം എത്തി, 625 അടിയോളം എത്തിയെന്നാണ് ഏവിയേഷൻ വിദഗ്ധരൊക്കെ ഇപ്പോൾ അനുമാനിക്കുന്നത്. ആ സമയത്തെ എത്രത്തോളം ഓൾട്ടിറ്റ്യൂഡിലേക്ക് ഉയരാം, ആ സമയത്തെ എൻജിൻ ത്രസ്റ്റ് എത്ര ഉണ്ടാകാം എന്നൊക്കെ വെച്ചിട്ട് ഇപ്പോൾ വരുന്ന പലതരം തിയറികളുണ്ട്. അതായത് 2 എൻജിനുകളിലും ഒരേ സമയം പക്ഷി വന്നിടിക്കുന്ന ഒരു അപൂർവ സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ വിമാനത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന ഒരു സാഹചര്യം പറയുന്നുണ്ട്. ഇതെല്ലാം കണക്കുകൂട്ടലുകളാണ്, വിദഗ്ധരുടെ അനുമാനങ്ങളാണ്. മറ്റൊന്ന് പ്രധാനമായും പറയുന്നത് ഈ ഒരു 200 മീറ്ററിന് താഴെയൊക്കെ എത്തുമ്പോൾ തന്നെ വിമാനം പരമാവധി മുകളിലേക്ക് കുതിക്കാൻ അതിൻ്റെ ത്രസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ഫ്ലാപ്പുകൾ മടക്കി വയ്ക്കുകയും അതേപോലെ തന്നെ ലാൻഡിംഗ് ഗിയറുകൾ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. വളരെ സവിശേഷമായൊരു സാഹചര്യമായിരുന്നു ഈ വിമാനത്തെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഇതിൻ്റെ ലാൻഡിംഗ് ഗിയറുകൾ ഏതാണ്ട് 400-600 അടി ഉയരത്തിലേക്ക് ചെല്ലുമ്പോഴും ലാൻഡിംഗ്
ലാൻഡിംഗ് ഗിയറുകൾ വിടർന്നു തന്നെ ഇരിക്കുകയായിരുന്നു, അതുപോലെ ഫ്ലാപ്പുകൾ നേരെയായിരുന്നു. ഇത് രണ്ടും ഒന്നിച്ചു വരാൻ പാടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കാം. ഒന്നുകിൽ ഇതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഗിയർ ലിവർ മാറിപ്പോയിരിക്കാമെന്നൊരു വിദൂര സാഹചര്യം പറയുന്നുണ്ട്. പക്ഷേ ഈ ബോയിങ് വിമാനങ്ങളുടെ കോക്പിറ്റിനെ കുറിച്ച് ധാരണയുള്ള ആളുകൾ പറയുന്നത് ഈ രണ്ട് ഗിയറുകളും വളരെ ദൂരത്തുള്ളതാണ് എന്നാണ്. മാത്രമല്ല ക്യാപ്റ്റൻ സുമിത് സബർവാളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറും മണിക്കൂറുകളോളം, ആയിരക്കണക്കിന് മണിക്കൂറുകൾ വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ള പരിചയസമ്പന്നരായ വൈമാനികരാണ്. അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. മറ്റൊന്ന് കാര്യം, 600 അടി പൊക്കത്തിൽ പറക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ താഴ്ന്നു തന്നെ ഇരിക്കുന്ന വിമാനത്തിൻ്റെ ഈ ലാൻഡിംഗ് ഗിയറുകൾ അതെങ്ങനെ സംഭവിക്കുന്നു? ഈ അവസാനം വിമാനം അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങൾ പോലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരുപക്ഷെ ഒരു കാട്ടിലോ അല്ലെങ്കിൽ ഒരു വിദൂര പ്രദേശത്തോ ആണ് വിമാനം അപകടത്തിൽപ്പെടുന്നതെങ്കിൽ ആ വിമാനം അപകടത്തിൽപ്പെടുന്ന പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കിട്ടില്ല. അതടക്കം എങ്ങനെയാണ് വിമാനം അതിൻ്റെ എൻജിൻ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അപ്പോഴും വിമാനത്തിന് ആക്സിലറേഷൻ കിട്ടാത്തത്, ഓൾട്ടിറ്റ്യൂഡിലേക്ക് എത്താൻ പറ്റാത്തത്, വിമാനം ഒരു കല്ല് പോലെ താഴേക്ക് വീഴുന്നത്, അതേസമയം തന്നെ അതിൻ്റെ നോസ് ഉയർത്തിപ്പിടിക്കാൻ, മൂക്ക് ഭാഗം എന്ന് പറയുന്ന മുൻഭാഗം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്, മുൻഭാഗം ഉയർത്തുമ്പോൾ കൂടുതൽ വെലോസിറ്റിയിൽ വിമാനം താഴേക്ക് പതിക്കുന്നത്, നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം അഗ്നിഗോളമായി മാറുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വീഴ്ചയ്ക്ക് തൊട്ട് മുന്നേ മുകളിലേക്ക് ഉയർത്താൻ ശ്രമം നടത്തുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഈ വിമാനം അഹമ്മദാബാദിൽ നിന്ന് ഒരു ഭൂഖണ്ഡാന്തര യാത്ര പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇന്ധനം മുഴുവനായി നിറച്ചിട്ടുണ്ടായിരുന്നു. ഈ മുഴുവൻ റൺവേയും ഓടിയിട്ടാണ് വിമാനം മുകളിലേക്ക് ഈ ഉയരുന്നത്. ആ സമയത്ത് ഇതിൻ്റെ മുമ്പിലുള്ള ഈ ഫ്ലാപ്പുകൾ അടച്ചു വെക്കും. കാരണം ഈ വായു ഘർഷണം ഉണ്ടാവാതിരിക്കാൻ നേരെ തന്നെ, അതായത് വളരെ സ്മൂത്തായിട്ട് വായുവിൽ ഒരു ഘർഷണം ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ ഫ്ലാപ്പുകൾ അടച്ചു വയ്ക്കും. അതേപോലെ ചക്രം ഉരുണ്ടാണല്ലോ വരുന്നത്, പെട്ടെന്ന് തന്നെ ചക്രം അടയ്ക്കും. അതേപോലെ ഫ്ലാപ്പുകൾ നിവർത്തി വയ്ക്കുകയും ചെയ്യും, ഇതിനെ കുതിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം സംഭവിച്ചത് ഒരു ദുരൂഹമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ലാൻഡിംഗ് ഗിയർ ചലിപ്പിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെ തകരാറുണ്ടാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ പൈലറ്റുമാരുടെ മറവി ആയിരിക്കാമെന്ന് ഏവിയേഷൻ വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു യന്ത്ര തകരാർ വിമാനത്തിന് കണ്ടെത്തിയിരിക്കുന്നു. ആ ഒരു കുഴപ്പം മനസ്സിലാക്കി തിരിച്ചിറങ്ങാൻ ശ്രമിച്ചതായിരിക്കാം അപകടം. കാരണം തിരിച്ചിറങ്ങാൻ പറ്റാത്തതോ അല്ലെങ്കിൽ തിരികെ വട്ടമിട്ട് പറന്ന് റൺവേയിലേക്ക് എത്താനുള്ള സമയം കിട്ടാത്തതോ ഒക്കെ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷി വന്നിടിച്ചതാകാം എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇത്രയും സുരക്ഷിതമായ ബോയിങ് 787 പോലെയുള്ള ഒരു വിമാനം ഒരു ഭൂഖണ്ഡാന്തര യാത്രയ്ക്ക് തയ്യാറെടുത്ത് മുഴുവൻ ഇന്ധനവുമായി നിൽക്കുന്ന സമയത്ത് ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ വിമാനം പറന്നുയർന്നതിന് ശേഷം അതിന് യന്ത്രത്തകരാറുണ്ടാകുക എന്നത് അത്ഭുതകരമായ, വിശ്വസിക്കാനാവാത്ത ഒരു സാഹചര്യമാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ എയർക്രാഫ്റ്റുകളിൽ ഒന്നെന്ന് വിശ്വസിക്കുന്ന അങ്ങനത്തെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു എയർക്രാഫ്റ്റാണിത്. അങ്ങനെ ഒരു വിമാനത്തിന് ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അചിന്ത്യം എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പഴുതടച്ച അന്വേഷണം വേണം. ഇത് ഇന്ത്യയുടെയോ നമ്മുടെ രാജ്യത്തിൻ്റെയോ മാത്രം ആവശ്യമല്ല. ബോയിങ് വിമാന ശ്രേണി ലോകത്തെ വിവിധ വിമാന കമ്പനികൾ ഉപയോഗിക്കുന്ന വിമാന ശ്രേണിയാണ്. ബോയിങ് 8, 9, 10 എന്നിങ്ങനെ പല ശ്രേണിയിൽ ഉള്ള വിമാനങ്ങൾ പല വിമാന കമ്പനികളും ഏറ്റവും സുരക്ഷിതമായി കണ്ട് ഉപയോഗിക്കുന്നതാണ്. അതേസമയം തന്നെ ഈ ബോയിങ് വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ചില തകരാറുകളും ചില സാങ്കേതിക പിഴവുകളുമൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് അടുത്ത കാലത്തായി ചില ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ തന്നെ ഒരു മുൻ ജീവനക്കാരൻ ഇത് സംബന്ധിച്ച് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാർത്തയാകുന്നുണ്ട്. മുമ്പും വാർത്തയായിട്ടുണ്ട്. ഇപ്പോൾ അത് കൂടുതൽ ജനശ്രദ്ധയിലേക്ക് വരുന്നുണ്ട്. ഫ്യൂസലേജിൻ്റെ ഭാഗങ്ങൾ, അതായത് വിമാനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന വിടവിൻ്റെ ഭാഗമാണ് ഫ്യൂസലേജിൻ്റെ ഭാഗം. കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ വിടവുകൾ ഉണ്ടാകുന്നു. പലപ്പോഴും ഇത് വലിയ ഒരു ഞാൻ മടങ്ങിയെത്താം. വിവിധങ്ങളായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. ഈ പറഞ്ഞതുപോലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ബ്യൂറോയുടെ അന്വേഷണം നടക്കുന്നുണ്ട്, DGCയുടെ മറ്റന്വേഷണം നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ ഇനിയും അറിയാൻ കഴിയുന്നില്ല ഈ ആകാശ ദുരന്തത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ളത്. അങ്ങനെ ആ കാരണം തേടി വിവിധങ്ങളായ അന്വേഷണങ്ങൾ നമ്മുടെ രാജ്യത്തും രാജ്യത്തിന് പുറത്തുമൊക്കെയായി നടക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു സുജിത് ചന്ദ്രൻ.